നമസ്കാരം. ചിലരൊക്കെ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു, കാത്തിരിപ്പിലായിരുന്നു. അമേരിക്ക ഉടൻ തന്നെ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അത് കാണാൻ വേണ്ടി കൊതിയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ തൽക്കാലം ഡൊണാൾഡ് ട്രംപ് വെച്ച കാല് പിന്നോട്ട് തന്നെ എടുത്തു വെച്ചു. ഇറാനെ ആക്രമിക്കേണ്ടതില്ല, തിടുക്കപ്പെട്ട ഒരു നടപടി വേണ്ട എന്ന തീരുമാനത്തിലെത്തി. ഇസ്രായേലിന്റെ കരച്ചിൽ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. കാരണം ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ആദ്യം തന്നെ തിരിച്ചടിക്കുന്നത് ഇസ്രായേലിലേക്കായിരിക്കും. ഇസ്രായേലിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയായിരിക്കും. അത് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാലും ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇറാൻ വധശിക്ഷ നടപ്പാക്കുന്നത് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. അക്കാര്യം എനിക്ക് മനസ്സിലായി. എങ്കിൽ കൂടെ സൈനിക നടപടി പരിഗണനയിലാണ്. അത് ഒരിക്കലും വേണ്ടെന്ന് വെച്ചിട്ടില്ല. എന്നാൽ തിടുക്കപ്പെട്ടത് ചെയ്യില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ചിലരെയൊക്കെ വല്ലാതെ നിരാശയിലാക്കിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ട്രംപ് നടത്തിയത്. നമുക്കറിയാം, ഇന്നലെ അമേരിക്ക ഖത്തറിലെ വ്യോമതാവളം ഒഴിപ്പിച്ചു. അതുപോലെ തന്നെ ഇറാന്റെ വ്യോമപാത അടച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിമാനം തൽക്കാലം ഇസ്രായേൽ വിട്ടുപോയി, ഗ്രീസിൽ കൊണ്ടുപോയ വിമാനം എന്നൊക്കെയാണ് പുറത്തു വന്ന വാർത്ത. അത് സത്യമാണ്. പക്ഷെ എന്തായാലും അങ്ങനെയൊക്കെ വലിയ നീക്കങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടത്തിയെങ്കിലും ധൈര്യപൂർവ്വം ചെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശേഷി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനില്ല. അറ്റാക്ക് ചെയ്താൽ ഇറാൻ ഈ വെനസ്വലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയതുപോലെ ആയിരിക്കില്ല. ഇറാൻ സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിക്കും. മിസൈലുകളൊക്കെ സജ്ജമാക്കി ഏത് നിമിഷവും ഒരു അറ്റാക്കിന് ഇറാൻ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയെന്ന വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്തായാലും ആ മിസൈലുകളുടെയൊക്കെ റിമോട്ട് കൺട്രോൾ ആയത്തുള്ള അലി ഖംനായുടെ കയ്യിലാണ് എന്നതാണ് ഒരു പരമമായിട്ടുള്ള സത്യം. ഇത് മനസ്സിലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൽക്കാലം മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുത്തു വെക്കുകയായിരുന്നു. എന്തായാലും ഇറാനിൽ നിന്നും പുറത്തു വരുന്ന വിവരം 2000-ലധികം ആളുകൾ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടു. സർക്കാർ അനുകൂലികളായിട്ടുള്ള 147 ആളുകൾ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ 10,000-ന് മുകളിൽ വരുന്ന ഒരു സംഖ്യ, അത്രയും ആളുകൾ ഇതിനോടകം അവരെ തടവിലാക്കിയിട്ടുണ്ട് എന്നതാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. അതായത് ഈ സമരക്കാരെ കൃത്യമായി നേരിടുന്ന കാര്യത്തിൽ ഇറാൻ വിജയിച്ചു. സർക്കാർ അനുകൂലികളായിട്ടുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ തന്നെ നേരിട്ട് ഈ സമരക്കാരെ പ്രതിരോധിക്കാൻ രംഗത്തെത്തിയതോടുകൂടിയാണ് ഇവിടെ ട്രംപിന്റെ പ്ലാനും അതുപോലെ തന്നെ മറ്റ് ഇടപെടലുകളും ഒക്കെ ആദ്യം ഒന്ന് പരാജയപ്പെട്ടത്. എന്തായാലും ഇറാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി ട്രംപ് രണ്ടാമത് നടത്തിയ നീക്കവും പൊളിഞ്ഞു. എന്തായാലും തൽക്കാലം ഇറാനെ ആക്രമിക്കാൻ അമേരിക്കക്ക് കഴിയില്ല. ഇത് ചില ആളുകളെയൊക്കെ വല്ലാതെ നിരാശയിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ്. പക്ഷേ അമേരിക്കക്ക് പേടിയാണ്, ഇസ്രായേലിനും പേടിയാണ്. ഇസ്രായേൽ ആ പേടി ഇന്നലെ ശരിക്കും കാണിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം നേരെ ഗ്രീസിലേക്ക് പറത്തി. എന്തായാലും അമേരിക്ക തുടക്കം ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഖത്തറിലെ വ്യോമതാവളമൊക്കെ ഒഴിപ്പിച്ചത്. അമേരിക്കക്കും നല്ല പേടിയുണ്ട് എന്നുള്ളതാണ് സത്യം.